ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ നമ്മുടെ അക്കൗണ്ടിൻ്റെ ഒരു റിവ്യൂ പോലെ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതൊരു 6 കൊല്ലം 2019 തുടങ്ങിയ അക്കൗണ്ടാണ്. ഇപ്പോൾ ഒരു 7 കൊല്ലം ആയൊരു അക്കൗണ്ടാണ്. അപ്പോൾ നമ്മൾ ഏകദേശം പഴയ കാർഡ്സും കുറച്ച് റെയർ കാർഡ്സൊക്കെ ഈ അക്കൗണ്ടിലുണ്ട്. അപ്പോൾ അതെല്ലാം കൂടെ കാണിക്കാമെന്നുള്ള രീതിക്കാണ്. ഫസ്റ്റ് നമുക്ക് ട്രെൻഡിങ് കാർഡ് നോക്കാം. അപ്പോൾ കസേരസ് ഉണ്ട്, പാച്ചോൻ്റെ 2 കാർഡുണ്ട്, പിന്നെ POTD ഇപ്പോൾ കിട്ടിയതുണ്ട്, വാൻഡേക്ക് ഉണ്ട്, വിനീഷ്യസ്, യോക്കരസ്, ടോണി ക്രൂസ്, റെയിൻഡേഴ്സ്, കോട്ടുവ, കുറേ പഴയ കാർഡ്സൊക്കെ ഉണ്ട് കേട്ടോ. ഇതിനകത്ത് പണ്ട് കിട്ടിയ കാർഡ്സൊക്കെ ഉണ്ട്. ബാപ്പേൻ്റെ ഒരു PSG കാർഡൊക്കെ ഉണ്ട്. ഇപ്പം നിക്കോ വില്യംസ് പണ്ട് കിട്ടിയാണ്. ഒന്നൊച്ചൊക്കെ നമ്മൾ സെലക്ഷൻ കൊണ്ടായിട്ട് പോയി എടുത്തതാണ്. ഒഡഗാർഡ് പഴയ ഒരു കാർഡാണ്. അതുപോലെ ഇതാ ഈ ഒരു മെംഫിസ് ഡിപ്പായ് ഗോൾ പോച്ചർ കാർഡാണ് കേട്ടോ. ഞാൻ പറഞ്ഞിരുന്നാല് ഗോൾ പോച്ചർ കാർഡാണ്. 10 മാച്ചസ് ഞാൻ കളിപ്പിച്ചിട്ട് പോകുന്നു. അതുപോലെ ഇങ്ങനെ കുറച്ച് പ്ലേയേഴ്സാണ്. ലൂക്കാ മോഡ്രിച്ച് ഉണ്ട്. ഇതൊക്കെ ഞാൻ ഫ്രീ സ്പിൻ വഴി എടുത്തത്. എല്ലാവരും എന്താ പറയുക, കോയിൻസ് ഒന്നും കൊടുത്തിട്ടില്ല. എംബാപ്പെ ഇതാ പഴയ PSG കാർഡുണ്ട്, പുതിയ കാർഡും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് കാർഡ്സാണ് ഫ്രീ സ്പിന്നിൽ കിട്ടിയാണ്. ഒന്നും ഞാൻ കോയിൻസ് കൊടുത്ത് എടുത്തിട്ടില്ല. ഇപ്പോൾ കുറച്ച് നല്ല നല്ല കാർഡ്സ് എപ്പോഴും യൂസ് ചെയ്യാറുണ്ട്. ഇവൻറ്റ്സ് വന്നാലും അങ്ങനെ. ഈ ട്രുബിൻ്റെ കാർഡൊക്കെ ഉണ്ട്, അതായത് നമ്മളെ ഹെഡൊക്കെ ചെയ്ത ട്രുബിനില്ലേ, കാണിച്ചുതരാം. പുള്ളിയൊക്കെ ഇതാ ഈ ഒരു റയൽ മാഡ്രിഡിനെതിരെ ഹെഡൊക്കെ ചെയ്ത ട്രുബിനൊക്കെ ഉണ്ട്. അതാണ് പറഞ്ഞത്. പുള്ളി ഞാൻ കളിപ്പിച്ചിട്ടൊന്നുമില്ല തോന്നുന്നു. ഈ അർത്ഥമല്ലേ, ക്വിക്ക് മാച്ച് ഞാൻ കളിപ്പിച്ചിട്ടുണ്ടാവും. നമ്മൾ നെക്സ്റ്റ് നോക്കുകയാണ് ഫ്യൂച്ചേർഡ് കാർഡ് വാങ്ങുന്നത്. ഫ്യൂച്ചേർഡ് കാർഡ് 2 കാർഡ്സേ ഉള്ളൂ. 2 സ്ട്രൈക്കേഴ്സാണ്. ഇത് ലെവൻഡോസ്കി, നമ്മുടെ ബയൺ വേർഷൻ, അത് 100 ഫിനിഷിംഗ് പോകട്ടോ അത്. പിന്നെ ഹാലൻഡിൻ്റെ ഒരു സൂപ്പർ സബ് ഗോൾ പോച്ച കാർഡുണ്ട്. അത്യാവശ്യം മാച്ചസ് കളിപ്പിച്ചിട്ടുണ്ട്. സൂപ്പർ സബ് തന്നെയാണ്, അതുകൊണ്ട് നല്ല റിസൾട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ യൂസ് ചെയ്യാറുണ്ട് ഇടയ്ക്ക്. നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഹൈലൈറ്റ് കാർഡാണ്. ഹൈലൈറ്റ് കാർഡ് നോക്കുകയാണെങ്കിൽ 64 ഉണ്ട്. കുറേ നമുക്കറിയാമല്ലോ, വെറുതെ ചപ്പ് ചോര പോലെ കിട്ടുന്ന കാർഡ്സാണ്. അപ്പോൾ മെയിനായിട്ട് പറയാനുള്ള കുറച്ച് കാർഡ്സേ ഉള്ളൂ. ഇത് സലിബൻ്റെ കാർഡ്, മുള്ളറിൻ്റെ ഒരു കാർഡ് റയറാണ്, ഈ SS കാർഡ്. വേറെ മുള്ളറിൻ്റെ കാർഡ് ഉണ്ടായിരുന്നു, POTW, പക്ഷെ അത് ഞാൻ വിറ്റു. ഈ ഒരു SS ഡെമിറിനാണ് എനിക്കിഷ്ടം. ഇത് വെച്ചാൽ കളിപ്പിക്കാറ്. പിന്നെ ചേത്രിൻ്റെ ഒരു കാർഡ് ഞാൻ യൂസ് ചെയ്തിട്ട് പോലുമില്ല, ഫോക്സ് ഇൻ ദ ബോക്സ് കാർഡ്. പിന്നെ ബുസ്കറ്റ്സിൻ്റെ ഒരു പഴയൊരു കാർഡുണ്ട്, പുള്ളി ഈ ഗെയിമിലുണ്ടായിരുന്ന സമയത്ത്. പിന്നെ സെഹലിൻ്റെ ഒരു കാർഡൊക്കെ ഉണ്ട്, റോമി ഫ്ലാങ്ക്. പിന്നെ ഡംബലെ പാക്ക് എടുത്ത് കിട്ടിയാണ്. അപ്പോൾ ഈ ഒരു കാർഡ് നോക്കിയോട്ടോ ഗൈസ്, ജിറോദിൻ്റെ GK കാർഡ്. അത് എത്ര പേര് എടുത്തിട്ടുണ്ട് എനിക്കറിയില്ല, എനിക്ക് എപ്പോഴൊന്ന് കിട്ടിയതാണ്. ടാർഗറ്റ് മാൻ പ്ലേയിങ് സ്റ്റൈൽ, പക്ഷേ GK നമുക്ക് കളിപ്പിക്കാൻ പറ്റും. നല്ലൊരു കാർഡാണ്, ഒരു റയർ കാർഡാണ്. പിന്നെ നോക്കുകയാണെങ്കിൽ യമാൽ, നവാസ്, ഇത് നമുക്ക് മെസ്സിയുടെ പാക്ക് എടുത്തപ്പോൾ കിട്ടിയാണ്. നമ്മുടെ ബെൻസിമയുടെ കാർഡ്, ഇതത്ര ആൾക്കാരുടെ അടുത്തൊന്നുമില്ല. ഡീപ്ലിങ് ബുള്ളറ്റ് ഹെഡർ പോലത്തെ ഒരു പെർഫോമൻസുള്ള കാർഡാണ് അത്. പിന്നെ ഇത് പാക്കിലെ കുറച്ച് പ്ലെയേഴ്സ് ഉണ്ട്. ജാമിവാടിക്ക് ഇഷ്ടമുള്ള ഒരു പ്ലെയറാണ്, അതുകൊണ്ട് ഞാൻ സെലക്ഷൻ കൊണ്ടിട്ട് ഭയങ്കര എടുത്തത്. കറക്റ്റ് ഓർമ്മയില്ല. മെസ്സിയുടെ പഴയൊരു കാർഡുണ്ട്, ഗോഡ് മഗ്വിയർ. അതുപോലെ ഹാരിക്കേൻ്റെ ഒരു കാർഡുണ്ട്, ഗാരത്ത് ബെയിലിൻ്റെ ഒരു കാർഡുണ്ട്. പണ്ട് എങ്ങനെ കിട്ടിയൊരു കാർഡാണ് അത്, എപ്പിക്കൊക്കെ വരുന്നതിന് മുമ്പുള്ള കാർഡാണ്. അതുപോലെ തന്നെ പറയാൻ ഡിയോഗോ ഹോട്ടുണ്ട്. ഹോട്ടയുടെ മരിക്കുന്നതിന് മുമ്പ് എടുത്ത കാർഡ് കേട്ടോ. പുള്ളി ഇനി ഗെയിമിൽ വരില്ല, അതുകൊണ്ട് അവിടെ തന്നെ ഉണ്ട് പുള്ളി. പിന്നെ പറയുകയാണ് ഗാക്പോൻ്റെ കാർഡൊക്കെ പണ്ടെടുത്ത്, ഇമ്മോബിലെ എന്നൊക്കെ പണ്ടത്തെ കാർഡാണ്. പിന്നെ കസമീറിൻ്റെ ഒരു യുണൈറ്റഡ് വെർഷൻ കാർഡുണ്ട്. പിന്നെ വിദാലൊക്കെ റയറാണ്, നമ്മൾ മെസ്സി പാക്ക് എടുത്തപ്പോൾ കിട്ടിയതാണ്. അങ്ങനെ വരലൊന്നുമില്ല ഗെയിമിൽ. പിന്നെ റുഡിഗറ സെലക്ഷൻ കൊണ്ടിട്ട് പോയി എടുത്ത പരിപാടി. പിന്നെ അങ്ങനത്തെ വെച്ച പ്ലേയേഴ്സുള്ള ഈ ഒരു ഐക്കോണിക്കിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലുള്ള ഡൈവീസ്. എനിക്ക് മോഡ്രിച്ചിനും കിട്ടിയെന്ന് തോന്നുന്നു, പക്ഷേ POTW എന്തോ കിട്ടപ്പോൾ വിറ്റു മോഡ്രിച്ചിനെ. ഐക്കോണിക്കിൻ്റെ സെറ്റപ്പ് പരിപാടിയൊക്കെയാണ്. അപ്പോൾ നെക്സ്റ്റ് നോക്കുകയാണ് നമ്മുടെ ഹൈലൈറ്റ് ഷോർട്ട് ടൈം നോക്കാം. ഇത് അത്യാവശ്യം ഉണ്ട്, ഒരു 37 കാർഡ്സ് ഉണ്ട്. നമുക്ക് ഫേസ് റിവാർഡും കാര്യങ്ങളൊക്കെ കിട്ടുന്നതുകൊണ്ട് അത്യാവശ്യം ഉണ്ട് ഇത്. അപ്പോൾ കാര്യം പറയുകയാണെങ്കിൽ വാൻഡേക്ക് 100 കോയിനിൽ കിട്ടിയ ഒരു പ്ലെയറാണ്. എനിക്ക് വെറും 100 കോയിനിൽ കറക്കി കിട്ടിയതാണ്. മൊണിഗ്യുരേസി ഫേസ് റിവാർഡാണ്. ഈ ഒരു മിങ്കോ റാമോസ്, അങ്ങനത്തെ പേര്, റാമോസ് മിങ്കോ, ഈ പുള്ളീനെ എനിക്ക് ഫ്രീ സ്പെല്ലിൽ കിട്ടിയ നമ്മുടെ ബിഗ് ടൈം ഹസാർഡൊക്കെ വന്ന സമയത്ത്, ഹസാർഡായിരുന്നോ അതോ മെസ്സിയാണോ, ഇബ്രാഹിമോവിച്ചിൻ്റെ ആ ടൈം പുതിയ കാർഡ് വന്നത്, ആ സമയത്ത് വന്നൊരു ബ്രസീൽ ബാക്കിൽ കിട്ടിയതാണ് ഈ ഒരു മിങ്കോനെ ഫ്രീ സ്പെല്ലിൽ. പിന്നെ ടൊണാലോ ഇതാണ് ഫേസ് റിവാർഡാണ്. നെവസ് ഫ്രീ ആണ്. ഇവരൊക്കെ അധികം ഫേസ് റിവാർഡാണ്. പിന്നെ കൊച്ചെങ്കിൽ ഒന്നും ഇതാണ് ഡെയിലി ഗെയിമാണ്. സ്കോട്ടർബക്ക് ഫേസ് റിവാർഡാണ്. ഗെയിമിൽ ഫ്രീ ആണ്. മറ്റൊരു ഡെയിലി ഗെയിമാണ്. ഒസബൽ 5000 പോയിൻറ്റ്സ് കൊടുത്തതാണ്. ഒലീസ നമുക്ക് എന്തോ സ്പിന്ന് ഡെയിലി കയറിയിട്ട് കളക്കാൻ ലൈനിൽ കിട്ടിയാണ്. അക്കാൻജിയും ഡയസും ഡെയിലി ഗെയിം പെനാൽറ്റി എന്നാണ്. പിന്നെ മെസ്സിൻ്റെ 3 കാർഡ് ഫ്രീ ആണ്. ഡെങ്ക് ഫ്രീ ഫേസ് റിവാർഡാണ്. മറ്റേത് സെലക്ഷൻ കൂടെ എടുത്തതാണ്. അതുപോലെ ഈ യമാൽ ഫ്രീ ആണ്, അത്യാവശ്യം കളിപ്പിക്കാറുണ്ട് ഞാൻ. പിന്നെ ടിംബർ ഇപ്പോൾ മെയിൻ സ്കോഡിലുള്ള ഒരു പ്ലെയറാണ്. കിമ്മിച്ചിന് എടുത്തിട്ടുണ്ട്, പക്ഷേ കളിപ്പിക്കില്ല. ജോർജിന് ഒരു ഇവൻ്റിൽ നിന്ന് കിട്ടിയതാണ്. അതുപോലെ ഹെൻഡേഴ്സൺ ഇപ്പോൾ മെയിൻ സ്കോഡിൽ കളിപ്പിക്കുന്നതാണ്. ഇസ്കോനെ ഇടയ്ക്ക് കളിപ്പിക്കാറുണ്ട്. കുർപ്പീതൊക്കെ ഉണ്ട് കേട്ടോ. ഹോളി ഇവൻറ്റിലൊക്കെ ഫ്രീ ആണെന്ന് ഷോർട്ട് ടൈം കുർപ്പീത് അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഫെർമിൻ ലോപ്പസ് അത്യാവശ്യം നല്ല കിടിലം ഒരു F2Pക്കാർക്ക് പറ്റിയൊരു ലോ സ്ക്രീമർ കാർഡാണ്, കിടിലം കാർഡാണ്. പിന്നെ ഡുവേഡ് അത്യാവശ്യം നല്ല ബ്രിസ്കലർ കാർഡാണ്.
ലിവാക്കോവിച്ച് യൂസ് ചെയ്യാറുണ്ടായിരുന്നു. പിന്നെ ഡിഗിയ വന്നപ്പം പുള്ളീൻ്റെ അടുത്ത് മാറ്റിയതാണ്. പിന്നെ ഹ്യൂസനെ ഇടയ്ക്ക് യൂസ് ചെയ്യാറുണ്ട്. ഡിഗിയ ഇപ്പോൾ മെയിൻ സ്കൂളിൽ കളിക്കുന്നുണ്ട്. ഈ ന്യൂനസ് ഇത് ഞാൻ അക്കൗണ്ടിൽ പൈസ കോയിന് വേണ്ടി മുടക്കിയിട്ടില്ല. മുടക്കിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ പ്ലെയർ പാക്സിനാണ്. അതായത് 50 രൂപയുടെ വരും, 150 രൂപ ആ ഒരു സംഭവം VN എടുത്തിട്ടുണ്ട് ഇതിന് മുമ്പ് എപ്പിക്ക്. അപ്പോൾ അങ്ങനത്തെ ഇതിൽ മാത്രമേ പൈസ മേടിച്ച് കൊടുത്തിട്ടുള്ളൂ. അത് തന്നെ നിങ്ങൾ ആലോചിക്കണം. മറ്റേ പ്ലേ സ്റ്റോറിൽ ഓഫേഴ്സൊക്കെ വരില്ല. അതിന് മുമ്പ് ആൻഡ്രോയിഡ് യൂസ് ചെയ്യാറില്ല, ഇപ്പോൾ ഈ വാങ്ങാറില്ല. അപ്പോൾ ഇത് ഓഫേഴ്സൊക്കെ വെച്ചിട്ട് ആൻഡ്രോയിഡ് ഫോണിൽ വെച്ചിട്ട് വാങ്ങുന്നതാണ്. അപ്പോൾ വലിയ നഷ്ടമൊന്നുമില്ല. നമുക്ക് 5 രൂപ ഒക്കെ കിട്ടുന്നു. 15% ഓഫറൊക്കെ വരുന്ന സമയം വരെ ഉണ്ട്. നെക്സ്റ്റ് നോക്കാൻ നമ്മൾ ലെജൻഡാണ്. ലെജൻഡ് ഐക്കോണിക് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടായിരുന്നു ഇഷ്ടം പോലെ. അപ്പോൾ കുറേ വിറ്റു. നമ്മുടെ കോൺട്രാക്ട് റിന്യൂവൽ സിസ്റ്റമൊക്കെ വന്നപ്പം കുറേ വിറ്റു. പക്ഷേ എനിക്ക് മറ്റൊന്നും പ്ലേയേഴ്സൊന്നും കിട്ടില്ല. കാരണം അത്ര സ്പിന്നേ കിട്ടിയിട്ടുള്ളൂ. കുറേ ലെജൻസ് ഒന്നും ഡ്യൂപ്ലിക്കേറ്റ് വെക്കാനില്ലായിരുന്നു. ഇതിൻ്റെ അകത്ത് ഞാൻ അധികം കളിക്കാത്ത സമയമായിരുന്നു ഈ ഫുട്ബോൾ 22, 23 എന്നൊക്കെ പറയുമ്പോൾ. 24 ആ സമയത്തൊക്കെയാണ് കളിക്കാൻ തുടങ്ങി. പിന്നെ റീസ്റ്റാർട്ട് ചെയ്തത്. ഇടയ്ക്ക് ലോഗിൻ ചെയ്യാറുണ്ടായിരുന്നു, പക്ഷേ കളിക്കൽ ആക്റ്റീവ് അല്ലായിരുന്നു. അപ്പോൾ ലെജൻസ് നോക്കുകയാണെങ്കിൽ ഇതാ സീക്കോ, സാവി ഇവരൊക്കെ കിട്ടിയതിൻ്റെ, സാവിനൊക്കെ കിട്ടിയതിൻ്റെ ചാനലുണ്ട്. 4 years ബാക്ക് വീഡിയോസ് ഇടാറുണ്ടായിരുന്നു ഞാൻ. ബോക്സ് വീഡിയോസ് അതിൽ കാണാൻ പറ്റും. ജെറാഡ് അതുപോലെ കിട്ടിയതാണ്, അതൊക്കെ വീഡിയോ ഉണ്ട്. റൊണാൾഡിനോ കിട്ടിയത് വീഡിയോ ഉണ്ടാവില്ല. അത് ഐക്കോണിക്കായിട്ട് കിട്ടിയതാണ്, പണ്ട് കിട്ടിയതാണ്. ആദ്യമായിട്ട് കറക്കുമ്പോൾ അങ്ങനെ കിട്ടിയത്. പിന്നെ കാർലോസ് റെഡീം ചെയ്തെടുത്ത, അതുപോലെ കീന്, ചെക്ക്, നെഡ്വേഡൊക്കെ ലെജൻഡ് ബോക്സ് 100 കോയിന് വരുമ്പോൾ കിട്ടുന്നതാണ്. സ്കോൾസ് എനിക്ക് ഒന്ന് ഫുട്ബോൾ അതിൻ്റെ ശേഷം അങ്ങനെ കിട്ടിയതാണ്. ഗ്യാസ്കോ എനിക്ക് എപ്പോഴും ഫ്രീ സ്പെല്ലിൽ കിട്ടിയതാണ്. വിയേര എനിക്ക് അത് വിയേറിൻ്റെ വീഡിയോ ചാനൽ കിടക്കുന്നുണ്ട്. ക്ലൈവേർട്ടിൻ്റെ ഉണ്ടോ അറിയില്ല, പക്ഷേ ഏതോ നെയ്മർ ബാക്ക് ഇറക്കിയപ്പോൾ എനിക്ക് കിട്ടിയതാണ് ക്ലൈവേർട്ടിനെ. പാർട്ടീസ് എനിക്ക് ആദ്യം കിട്ടിയ ഐക്കോണിക്കിൽ ഒന്നാണ്. പിന്നെ മാൾഡീനി ഇതിൻ്റെ അകത്തുണ്ടോ, വീഡിയോനകത്തുണ്ടോ അറിയില്ല. പക്ഷേ ഈ 200 കോയിനിലോ അങ്ങനത്തെ കിട്ടിയതാണ്, 400 കോയിനിലോ അങ്ങനത്തെ കിട്ടിയ പ്ലെയറാണ്. ഒലിവർക്കാൻ പിന്നെ എങ്ങനെ ഈ ഫുട്ബോൾ അങ്ങനെ കിട്ടിയതാണ്. ഡെമിച്ചലീസ് അങ്ങനെ വന്നാൽ റാഷ്ഫോർഡിൻ്റെ 102 കാർഡ് ചാനൽ എടുത്ത് നോക്കി വീഡിയോ കണ്ട ഇപ്പോഴും മനസ്സിലാവും. അതിൽ ടോപ്പായിരുന്നു. എനിക്ക് റൊമ്മിയും റാഷ്ഫോർഡായിരുന്നു എൻ്റെ മെയിൻ സേഫ്. റൊമ്മിയും താഴത്ത് കാണാൻ പറ്റും. ഈ മെസ്സി അങ്കര മെസ്സി ആയത് കഴിച്ചു, എന്നിട്ട് കളവ് മെസ്സി ആക്കി ഇപ്പോൾ. എൻ്റെ പണ്ടത്തെ ഒരു 4 years മുമ്പുള്ള വീഡിയോസൊക്കെ ചാനൽ കിടക്കുന്നുണ്ട്. അതിനകത്ത് നോക്കിയാൽ മനസ്സിലാവും ഐക്കോണിക് സ്കോഡായിരുന്നു ഫുള്ള്. ഐക്കോണിക് 11 ആയിരുന്നു. അപ്പം അതിലൊക്കെ യൂസ് ചെയ്ത പ്ലേയേഴ്സ് അതൊക്കെ. ഈ ക്രൈഫ് അടിപൊളിയാണ്. അതുപോലെ കൊള്ളർ അറിയാലോ. അതുപോലെ ഞാൻ 24 മാച്ചസും കളിപ്പിച്ചു. ഇപ്പോൾ 24 ഗോൾസ് അടിച്ച്. ക്രോസ് സ്പാമിംഗ് ആണ് മൊത്തം. പിന്നെ കസിയസ് വന്നപ്പോഴായിരുന്നു ഒരു ഐക്കോണിക് സ്കോഡ് ഫുള്ളായത്. അതൊക്കെ ഇപ്പോഴും വീഡിയോ കിടക്കുന്നുണ്ട്. ഗിൽബർട്ട് സിൽവ അത്യാവശ്യം നല്ലൊരു ആങ്കർമാനാണ്. ബാരി കുഴപ്പമില്ല, ബാറ്റിസ്റ്റ് വിട്ട ബെക്കംബോറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ 2 ഐക്കോണിക് കാർഡ് ഒന്ന് ഞാൻ വിറ്റു. പഴയ ഐക്കോണിക് ഉണ്ടായിരുന്നു, പുതിയ ഐക്കോണിക് ഉണ്ടായിരുന്നു. പുതിയ ഐക്കോണിക് കിട്ടുന്ന ചാനലുണ്ട്. അപ്പോൾ ഒന്നിനെ വിറ്റു, ഒന്നിനെ വെച്ചു. പിന്നെ റൈറ്റ് കാർഡ് കിട്ടിയിട്ടുണ്ട്. അതും റൈറ്റ് കാർഡിൻ്റെ ബോക്സ്റ്റർ ആദ്യമായിട്ട് ഞാൻ ഐക്കോണിക് ബോക്സ്റ്റർ വന്ന് എടുത്ത ചാനൽ. അതുപോലെ ലെമ്പാർഡൊക്കെ ഇപ്പോൾ കിട്ടിയെങ്കിൽ ഓർമ്മ കേട്ടോ. ഇൻസാക്ക് എനിക്ക് ഇപ്പോൾ കക്കൊക്കെ വേണ്ടി കറക്കി കിട്ടിയതാണ് 600 കോയില്ല. അതും ചാനലുണ്ട് തോന്നുന്നു, 600 കോയില്ല കാരണം. പിന്നെ മൊറേൻഡസിൻ്റെ വീഡിയോ നട്ടില്ല. ഞാൻ മക്കല്ലയിൽ വന്നപ്പോൾ മൊറേൻഡസും ഉണ്ടായിരുന്നു കൂടെ. അപ്പോൾ 1500 കോയിനെ ഞാൻ കറക്കിയപ്പോൾ മക്കല്ലയിൽ വന്നില്ല, മൊറേൻഡസിന് തന്നു. അപ്പോൾ അവിടെ നിർത്തി. ഒരു ഐക്കോണിക് കിട്ടി അവിടെ നിർത്തായിരുന്നു. പണ്ട് അങ്ങനെ സ്വഭാവം. അപ്പോൾ പിന്നെ മറഡോണ, നമുക്ക് ഫ്രീ തന്ന മറഡോണ. എല്ലാവർക്കും ഐക്കോണിക് വന്ന സമയത്ത് ഫ്രീ തന്ന മറഡോണ. വെർക്കാമ്പ്, ഇർവിനൊക്കെ എനിക്ക് കറക്കി കിട്ടിയപ്പോൾ ഞാൻ കാർലോസിന് റെഡീം ചെയ്യുന്നതിന് മുമ്പേ കളിപ്പിച്ചുകൊണ്ടിരുന്ന LBയിൽ ഇർവിനായിരുന്നു. ഡീസൻറ്റ് കാർഡായിരുന്നു. പിന്നെ റൊണാൾഡോ യുവൻറ്റസിൽ നമ്മൾ ഫ്രീ ഇട്ട റൊണാൾഡോ, യുവൻറ്റസിൽ പണ്ട് ഐക്കോണിക് റൊണാൾഡോ ഫ്രീ ആണെന്നില്ലായിരുന്നു. അതാണ് ഈ റൊണാൾഡോ. ഇപ്പോൾ യുണൈറ്റഡ് റൊണാൾഡോ ആയിട്ടുണ്ട്. പിന്നെ പുയോളൊക്കെ എനിക്ക് റൊണാൾഡീനെ കറക്കുന്നതിന് പോയി കിട്ടിയത് 2500 കോയിൻസ് തന്നെ ഞാൻ അന്ന് പൊട്ടിച്ചിരുന്നു. അപ്പോൾ അതിലാണ് റൊണാൾഡീനും പുയോളും അടിച്ച്. പിന്നെ റോബ്സിനെ റെഡീം ചെയ്തെടുത്തിയ ലിസറാസൊക്കെ ഇപ്പോൾ കിട്ടിയെങ്കിൽ ഓർമ്മ കേട്ടോ. പിന്നെ പിർലോ, ഞാൻ പറഞ്ഞില്ലേ പാക്ജീസിങ്ങും പിർലോ ആയിരുന്നു ആദ്യമായിട്ട് എനിക്ക് ഇത് കിട്ടിയത്, കറക്കി കിട്ടിയ ഐക്കോണിക്സ്. പിന്നെ ഡെൽപിയറോ ഞാൻ ഈ ഫുട്ബോൾ വന്നപ്പോൾ റെഡീം ചെയ്തെടുത്തു. അങ്ങനത്തെ ആണ്. ഫെററോ അങ്ങനെ തന്നെ. ഫെറോ ഇപ്പോൾ പ്ലേ ചെയ്യാൻ 4 മാച്ചസ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ലെജൻസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ. നമ്മൾ എന്ത് നോക്കാം, എപ്പിക്സ് നോക്കാം. എപ്പിക്സ് അത്യാവശ്യം ഉണ്ട്, കറക്കി കിട്ടിൻ്റെ സ്കോഡ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലേ. അതിൽ കാണുമ്പോൾ മനസ്സിലാവും കുറേ പെയ്ഡ് പോലത്തെ പ്ലേയേഴ്സ് ഉണ്ട്. പക്ഷേ ഞാൻ പൈസ ഒന്നിനും മുടക്കിയിട്ടില്ല. ഈ ഞാൻ പറഞ്ഞ പോലെ പ്ലെയർ പാക്സ് എടുക്കുമ്പോൾ മാത്രമാണ് ഞാൻ പൈസ മുടക്കിയിട്ടുള്ളത്. അതല്ലാതെ ബോക്സ് ടോസ് സ്പിൻ ചെയ്യാൻ വേണ്ടി കോയിൻസ് ഞാൻ പർച്ചേസ് ചെയ്തിട്ടില്ല. അപ്പോൾ നോക്കുകയാണെങ്കിൽ കുറേ ഫ്രീ പ്ലേയേഴ്സാണ്, കുറച്ച് പെയ്ഡ് കാർഡ്സും ഉണ്ട്. ഈ 2026 തുടങ്ങിയതിന് ശേഷം എത്രയും പെയ്ഡ് കാർഡ്സ് അടിക്കാൻ തുടങ്ങി. ഈ വർഷം ഭയങ്കര ലക്കിയാണ്. സ്നൈഡർ ഉണ്ട്, വിക്ടർ ബായ, ഇതൊക്കെ ഫ്രീ കിട്ടിയതാണല്ലോ. വിക്ടർ ബായൊക്കെ കിട്ടിയ കോമ്പനി 200 കോയിനിൽ കിട്ടിയതാണ്.
ജെറാർഡൊക്കെ ഫ്രീ ആണ്, ഒക്കസാക്കി ഫ്രീ ആണ്, എർജിനോ ഫ്രീ ആണ്, സഫീസിൽ 2 കാർഡ് ഫ്രീ ആണ്. റൊണാൾഡോനെ ഏതോ ഒരു ഇവൻറ്റിൽ നിന്ന് കിട്ടിയ, റിവാൾഡോ ഒരു ഇവൻറ്റിൽ നിന്ന് ഫ്രീ കിട്ടിയതാണ്. 6 സ്പിന്നും കണ്ടേ ബാർസലോണ ഇവൻറ്റിൽ. ഹക്കീബിക്ക പോലെ ഫ്രീ കിട്ടിയതാണ്. റോള് അറിയാലോ പെനാൽറ്റി അടിച്ച് കിട്ടുന്നതാണ്. പിന്നെ വാൻഡർവാട്ട് എപ്പോൾ വന്നാൽ ഫ്രീ സ്പിൻ അടിക്കും, കഫ് പോകുമ്പോൾ തന്നെ. ഇവർ 2 വാൻഡർവാട്ടുണ്ട്. പിന്നെ ഈ ഇതൊക്കെ ഫ്രീ സ്പിൻ, ഇത് ഫ്രീ കാർഡാണ് ഈ അർഹൻ്റൊക്കെ. പിന്നെ ഗാഡിയോള പറഞ്ഞ പോലെ പ്ലെയർ പാക്കാണ് 50 രൂപയുടെ. ഇത് 10 രൂപയ്ക്ക് അങ്ങ് എടുത്തത്, 40 രൂപ ഓഫർ വെച്ചിട്ട്. പിന്നെ ഒബാമയാങ് എനിക്ക് 400 കൊല്ലം അടിച്ചതാണ്. ലാസ്റ്റ് ബെയിലും ഒബാമയാങ് ടാർഗറ്റ് വെച്ചിട്ട് ആകെ 500 രൂപേനെ കഴിഞ്ഞാൽ 400 രൂപേനെ ഇറക്കി കിട്ടി. അതാ പറഞ്ഞേക്ക് ലെക്കുണ്ട് ഈ പ്രാവശ്യം. അതുപോലെ ഒലിറക്കാനും ഫ്രീ ആണ്. ഈ ഒരു നെയ്മർ, സാൻഡോസ് നെയ്മർ അത്യാവശ്യം യൂസ് ചെയ്തിട്ടുണ്ട്, ഇപ്പോൾ യൂസ് ചെയ്യാറില്ല. പക്ഷേ കിടൽ നെയ്മറാണ്, അല്ല ഫ്രീ എന്ന കാർഡിൽ നല്ലൊരു കാർഡ് തന്നെയാണ്. പിന്നെ സിൽവസ്റ്റർ 50 രൂപയ്ക്ക് എടുത്ത അടുത്തൊരു കാർഡാണ്. അത്യാവശ്യം യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ പിന്നെ ഫുൾ ബാക്സ് വേറെ വന്നപ്പോൾ ഞാൻ ഒഴിവാക്കി. വാൻ ബാസിനെ പോണ ഫ്രീ കിട്ടുകയാണ് എനിക്ക് വാൻഡർവാട്ടിൻ്റെ ആ ഒരു ഇവൻ്റൊക്കെ വന്നപ്പോൾ. അതുപോലെ ഫിഗോൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എൻ്റെ സ്ക്വാഡിലെ ബംഗാളി എന്നാണ് പറയുക. അതായത് കിട്ടിയതിന് ശേഷം ഇതുവരെ ആ പൊസിഷനിൽ മാറാത്തൊരു പ്ലെയറാണ് ഫിഗോ. ഇടയ്ക്ക് ഞാൻ ഫോർമേഷൻ മാറ്റും, അതല്ല, പക്ഷേ ഞാൻ മെയിൻ സ്ക്വാഡ് ഇട്ട് കളിക്കുമ്പോൾ എപ്പോഴും പുള്ളി അവിടെ ഉണ്ടാവും. എന്താ വെച്ചാൽ അത്രയും പട്ടിപ്പണി 6000 എത്ര മാച്ചസ് അധികം കളിപ്പിച്ചിട്ടുണ്ട്. 6372 മാച്ചസ് കളിപ്പിച്ചിട്ടുണ്ട്. അതായത് പുള്ളിക്ക് എല്ലാം ഉണ്ട്. അതായത് സ്പീഡ്, ഡ്രിബിളിങ്ങിന് പാസിങ്, ലോഫ്റ്റഡ് പാസ് ആണ് മെയിനായിട്ട് നോക്കാറ്, ക്രോസ് ഇടാൻ വേണ്ടിയിട്ട്. ലോഫ്റ്റഡ് പാസ്, ലോ പാസ്, ഫിനിഷിങ് 80-81 ലെവലിലുള്ളൂ. പക്ഷേ ആ വിങ്ങറിന് വെച്ച് നോക്കുമ്പോൾ പുള്ളി നല്ല കൺവേർഷൻ റേറ്റ് ഉണ്ട്. ആ കിക്കിംഗ് പവറും പരയോടൊക്കെ ചടിച്ച് കയറ്റും, നല്ല പവറുള്ള പ്ലെയറാണ്. ലോങ് റേഞ്ച് ഷൂട്ടിംഗ് ഒക്കെ ആഡായി കൊടുക്കണമെന്നുള്ളൂ. പക്ഷേ ഇപ്പോഴും കുറേ റോ സ്പെഷ്യലിസ്റ്റ് കാർഡും ഫിംഗർ കാർഡും ഒക്കെ ഫിഗോൻ്റെ വരുന്നുണ്ട്. ഞാൻ അതിനൊരു ട്രൈ ചെയ്യാറുണ്ട്, കാരണം കുറച്ചുകൂടെ ബെറ്റർ ആവുന്നത് നല്ലതാണല്ലോ. കുറച്ച് സ്പീഡാണെങ്കിലും ഈ ലോഫ്റ്റഡ് പാസ്, ലോ പാസൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടെ എക്സ്ട്രാ കിട്ടും ഫിഗോൻ്റെ കാർഡിന്. അപ്പോൾ അതൊക്കെ ട്രൈ ചെയ്യാറുണ്ട്. ഫുള്ളി വെറുത്ത് കാർഡ്, എത്ര പേര് കളിപ്പിച്ചിട്ടുണ്ടെന്ന് അറിയില്ല. പണ്ട് 777 മില്യൺ ക്യാമ്പയിനല്ലേ, അതിൽ നിന്ന് കിട്ടിയ പ്ലെയറാണ്. 600 കോയിൻ വെച്ച് കറക്കി കിട്ടിയ പ്ലെയറാണ് ഫിഗോ. പിന്നെ മത്തായസ്, പുള്ളിയും ഏകദേശം കിട്ടിയതിന് ശേഷം ഞാൻ മാറ്റിയിട്ടില്ല സത്യം പറഞ്ഞാൽ. ഏതൊരു 11 ഞാൻ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിലും മത്തായസ് ഇവിടെ ഉണ്ടാവും. ഇത് കിട്ടിയത് 200 കോയിലാണ്, വെറും 200 കോയിൽ. അത് ക്യാപ്റ്റൻ സുബാസ ഇവൻറ്റ് വരുന്നില്ലേ, അന്നേരം 200 കോയിൽ റൊമ്മിക്ക് വേണ്ടി കറക്കിയപ്പോൾ കിട്ടിയതാണ് മത്തായസിനെ. ഇവിടെ മെസ്സി പാക്കാണ്. പിന്നെ ബൊണൂച്ചി ഈ വർഷം ആദ്യമായിട്ട് കറക്കി കിട്ടിയ എപ്പിക്ക് ബൊണൂച്ചി നോക്കി 100 കോയിന് കിട്ടിയതാണ്. ആകെ 100 കോയിനുള്ളത്, അത് കിടക്കിയപ്പോൾ ബൊണൂച്ചിന് കിട്ടി. ഈ സെൻറ്റർ ബാക്സിന് പെട്ടെന്ന് ചെറിയ വലിയ കിട്ടാറുണ്ട്. പിന്നെയാണ് CF ഒക്കെ ഇപ്പോൾ അടുത്ത് കിട്ടി തുടങ്ങിയത്. അതുപോലെ ചില്ലിനി കിട്ടിയതൊക്കെ 900 ബ്ലാക്ക് ആനിമേഷൻ അടിച്ചത്. അതായത് പുയോള് ചെക്ക് കില്ലിനായിരുന്നു വന്നത്. അപ്പോൾ ഞാൻ കില്ലിന് അല്ലെങ്കിൽ ചെക്ക് ആരോ ഒരാളെങ്കിലും കിട്ടണം എന്നുള്ള രീതിയിൽ കറക്കിയത്. നോക്കുമ്പോൾ ബ്ലാക്ക് ആനിമേഷൻ അടിച്ചു. ബ്ലാക്ക് ആനിമേഷൻ അടിച്ചപ്പോൾ എനിക്ക് മനസ്സിൽ പൊട്ടി. അതായത് ചെക്കും കില്ലിനാണ് അടിപൊളിയാവും. പക്ഷേ വന്നത് പുയോളാണ്. പക്ഷേ രണ്ടും ബെസ്റ്റ് ഡെസ്ട്രോയേഴ്സ് ആണ്. പുയോൾ ഇപ്പോൾ ഹൈറ്റ് കുറവായതുകൊണ്ടാണ് ഞാൻ ഉപയോഗിക്കാത്തത്. വേറെ ഇവൻറ്റ്സിലൊക്കെ ഞാൻ ഉപയോഗിക്കാറുണ്ട്, സ്പാനിഷ് ഇവൻറ്റിലാണെങ്കിലും അല്ലെങ്കിൽ ഈ ബാർസലോണ ഇവൻറ്റ്സൊക്കെ വരികയാണെങ്കിലും അങ്ങനെയൊക്കെ ഉപയോഗിക്കാറുണ്ട്. കില്ലിൻ ഇപ്പോഴും സ്ക്വാഡ് കളിക്കുന്ന പ്ലെയറാണ്. അപ്പോൾ ബാറ്റിസ്റ്റൂട്ടിന് അറിയാലോ, ബാറ്റിസ്റ്റൂട്ട് അത്യാവശ്യം നല്ല റിസൾട്ട് ഉണ്ടാക്കിയ പ്ലെയറാണ്. സ്റ്റാറ്റ്സൊക്കെ മനസ്സിലാവും. 1630 ഗോൾസൊക്കെ അടിച്ചിട്ടുണ്ട്. അത്യാവശ്യം റീസെൻ്റ് ആയിട്ടുള്ള അസിസ്റ്റും കൊടുത്തിട്ടുണ്ട്. ബെക്കംബോർ നമുക്ക് ഫ്രീ ആയിട്ടാണ്. അതുപോലെ ലംബാർഡ് പറയുകയാണെങ്കിൽ ഫ്രീ സ്പിന്നിൽ കിട്ടിയാണ് അന്ന് ഇവൻ്റല്ല ബോക്സ് വന്നപ്പോൾ. റൈറ്റ് കാർഡ് നമുക്ക് പെനാൽറ്റി നേട്ടി അറിയാമല്ലോ. വരേസ് ഫ്രീ ആണ്, ഹൈറ്റ് റാണ്ട് ഇപ്പോൾ ഉപയോഗിക്കാത്ത ബെറ്റർ ബിൽഡപ്സിൻ്റെ അടുത്തുണ്ട്. ടോട്ടി അതുപോലെ ഫ്രീ കിട്ടിയാണ്, യൂസ് ചെയ്യാറുണ്ട് ഇടയ്ക്കൊക്കെ. മെയിൻ 11 സ്കോഡിലൊന്നുമില്ല. അതുപോലെ ഇൻസാഗിന് പറയുകയാണെങ്കിൽ നമ്മുടെ EF കണക്റ്റ് കോഡ് അടിക്കുമല്ലേ, അതടിച്ച് കിട്ടിയ ഒരു പ്ലെയറാണ്. അപ്പോൾ ഫ്രീ സ്പിന്നിൽ അടിച്ച പ്ലെയറാണ് ഇൻസാഗിൻ്റെ മറ്റേ ഇതൊക്കെ ഞാൻ സെലക്ഷൻ മോഡലുമായി എടുത്തായിരുന്നു. പക്ഷേ പുതിയ കാർഡ് വന്നപ്പോൾ ഞാൻ റീപ്ലേസ് ചെയ്തു. പണ്ടെപ്പോൾ ഇൻസാഗിൻ്റെ വേറെ കാർഡും ഫ്രീ ആയിട്ട് തന്നിട്ടുണ്ട്, അതിപ്പോൾ അടുത്തുണ്ട്. 3 ഇൻസാഗിൻ്റെ ഇപ്പോൾ. ടോറസ് 500 മറ്റേ കോയിൻ കൊടുത്താൽ കിട്ടുന്ന ടോറസ് കഴിഞ്ഞ സെലക്ഷൻ മോഡലും എടുത്താണ്, പക്ഷേ ഇപ്പോൾ യൂസ് ചെയ്യാറില്ല, കുറവാണ്. പിന്നെ പെറ്റിറ്റ്, പണ്ട് മത്തായസ് വരുന്നതിന് മുമ്പ് ഏറ്റവും കൂടുതൽ കളിച്ചുകൊണ്ടിരുന്ന പെറ്റിറ്റായിരുന്നു. നല്ല ഡിഫൻസീവ് നല്ല രീതിക്ക് കളിക്കുന്ന ബോക്സ് ടു ബോക്സ് ആണ്. പിന്നെ ഹാഡ്ജി ഡെഫ് ഇടയ്ക്ക് കളിപ്പിക്കാറുണ്ട്, പുള്ളി ഗ്ലിച്ചാണ് ഇപ്പോഴും. ഹസാഡ് കളിപ്പിക്കാറില്ല, വളരെ കുറവാണ്. സ്പീഡും കാര്യങ്ങളും കുറവാണ്ട് കളിപ്പിക്കാറില്ല, വിങ്ങറങ്ങായിട്ട് കളിപ്പിക്കാറില്ല. മറഡോണ പണ്ട് കളിപ്പിച്ചാൽ ഇപ്പോൾ കളിപ്പിക്കാറില്ല. ഡ്രോഗ്ബ അതുപോലെ ട്രോളൊക്കെ വന്ന പോലെ വന്നതാണ്. പിന്നെ ഈ ഒരു പ്ലെയർ ഡെഡിസ്ലോ, ഞാൻ അത്രയും കൂടുതൽ കളിപ്പിച്ചൊരു പ്ലെയറാണ്. 3000 ഇത്ര മാച്ചസ് കളിപ്പിച്ചിട്ടുണ്ട്. നല്ല റിസൾട്ടാണ് പുള്ളി തന്നത്. ഇപ്പോൾ റെക്കാമ ഡെനിൽസണൊക്കെ മുകളിലുണ്ട്, അത് പറയത്താണ്. പിന്നെ ഡേഡ്വിയ, ഞാൻ അത്യാവശ്യം എന്താ പറയുക, ഈ മറ്റേ കോൺട്രാക്ട് റിന്യൂവൽ പരിപാടിക്ക് പ്ലേസിന് കിട്ടാതെ എടുത്തൊരു പ്ലെയറാണ്. അത്യാവശ്യം നല്ല മാച്ച് കളിപ്പിച്ച് നല്ല റിസൾട്ടൊക്കെ ഉണ്ടായിരുന്നു. 150 രൂപയൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ വലിയ വിലയല്ലേ. അത് 95% ഓഫർ വന്നപ്പോൾ എടുത്ത പ്ലെയർ അതൊക്കെ. ബെക്കാം ഫ്രീ ആണ്, റൊണാൾഡോ പാക്കാണ് എടുത്താണ്. സോങ്ഗ്രാസിനൊക്കെ അതാണ് ഫ്രീ ആണ്. പിന്നെ പുയോളിയാൻ പറഞ്ഞത് 900 ചിലീനിൻ്റെ കൂടെ ബ്ലാക്ക് ആനിമേഷൻ അടിച്ചു. കഫ് 2 ഫ്രീ ആണ് പറഞ്ഞ പോലെ. പിന്നെ റോബ്സൺ
ഡ്രോപ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ജോർജ് ജോസിൻ്റെ 500 കോയിൻ കൊടുത്ത 10 പ്ലേസ് കിട്ടുന്ന ഒരു ഓഫർ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ 470 കോയിൻ അങ്ങനെ എന്താ കയ്യിലുള്ള ഇപ്പോൾ ഉള്ള കോയിൻ വെച്ചിട്ട് കറക്കി 30 കോയിൻ്റെ 500 സ്പിൻ എടുക്കായിരുന്നു. പക്ഷേ 300 കോയിൻ തന്നെ ഡ്രോപ്സാണ് തന്നു. അതിന് വലിയ കാര്യം. അപ്പോൾ ഞാൻ അങ്ങ് പോന്നു. ഇനിയസ്റ്റ് തന്നെ ഫ്രീ ആണ്, ഷെവ്ചെങ്കോ ഫ്രീ ആണ്. അധികം കളിപ്പിച്ചിട്ടൊന്നുമില്ല, പക്ഷേ കുഴപ്പമില്ല. പാറ്റോൻ്റെ ഒരു കഥ തന്നെ പറയാനുണ്ട്. അതായത് പാറ്റോ വന്ന സമയത്ത് ഞങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ഔട്ടിങ്ങിന് പോയത്. അന്നേരം ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ചങ്ങാൻ എൻ്റെ അക്കൗണ്ടിൽ 0 കോയിൻസാണ്, തീരെ കോയിൻസില്ല, 0 അല്ല സോറി 50 കോയിൻസ് ഉണ്ട്. അപ്പോൾ ചങ്ങാൻ്റെ കയ്യിൽ 2000 കോയിൻസ്, അവൻ്റെ LPRO അല്ലെങ്കിൽ അഡ്രിയാണെന്ന് പറഞ്ഞിട്ട് നിൽക്കുക. അപ്പോൾ എനിക്ക് അത്യാവശ്യം ലക്ക് ഉണ്ടല്ലോ, അപ്പോൾ എൻ്റെ കയ്യിൽ തന്നു. ഞാൻ 2 സ്പിൻ എടുത്തു, 200 സ്പിൻ എടുത്തു, ആരും കിട്ടിയില്ല. ഞാനങ്ങനെ വീട്ടിൽ വന്നിട്ട് ജസ്റ്റ് ഒരു മാച്ച് കംപ്ലീറ്റ് ആക്കി 50 കോയിൻ കൂടെ എടുത്തിട്ട് 100 കോയിൻ ആക്കി, എന്നിട്ട് നേരെ പോയിട്ട് സ്പിൻ ചെയ്തു. പാറ്റോ അടിച്ചു 100 കോയിനിൽ. എൻ്റെ സ്കോളിൽ നോക്കിയാൽ ഏറ്റവും കൂടുതൽ വിഷയം സാധനമാണ്. അതായത് ഗോൾ കോൺട്രിബ്യൂഷൻസ് നോക്കിയാൽ നല്ല രീതിക്ക് 1500 മുകളിൽ ഗോൾ കോൺട്രിബ്യൂഷൻസ് ഉണ്ട് 1460 മാച്ചസിൽ. ഇത്ര റിസൾട്ടാണ് പുള്ളി, ഇത്രയും കിട്ടില്ല. സ്പീഡ് എല്ലാത്തിലുള്ള പ്ലെയറാണ്. ഫിനിഷിങ് ലോങ് റേഞ്ച് ഷൂട്ടിങ് ആഡ് ചെയ്ത് കൊടുത്താൽ ലോങ് റേഞ്ച് ഷൂട്ടിങ് അടിപൊളിയാണ്, അങ്ങനത്തെ ഒരു പ്ലെയർ. അപ്പോൾ എൻ്റെ ഒരു ലക്കിന് കിട്ടിയത് കുറേ പ്ലെയേഴ്സ് ഉണ്ട് ഈ കൊല്ലം. അതുപോലെ നെസ്റ്റൊക്കെ പണ്ട് കിട്ടിയതാണ് കേട്ടോ. ലോ പെറ്റിറ്റ് നെസ്റ്റൊക്കെ എൻ്റെ ആദ്യത്തെ എപ്പിക്സ്. എപ്പോഴെങ്കിലും കയറുമ്പോൾ ഫ്രീ സ്പിൻ അങ്ങനത്തെ കിട്ടുന്ന ഇതിൽ അടിച്ചാണ് ഈ 3 പേരൊക്കെ. 5000 മാച്ചസ് കളിപ്പിച്ചിട്ടുണ്ട്. അത്യാവശ്യം നല്ല വർക്ക് റേറ്റ് എടുത്ത പ്ലെയേഴ്സാണ് ഇവരൊക്കെ. ഫെററിന് ഫ്രീ സ്പിന്നിൽ കിട്ടിയതാണ് എപ്പോഴോ, കുറച്ച് കളിപ്പിച്ച് അവിടെ വെച്ചു. പിന്നെ കോസ്റ്റക്കോട്ട, ഇത് ഫിഗോനെ പോലെ തന്നെ ഫിഗോനായിട്ട് കളിച്ചിട്ട് 6924 മാച്ചസ് കിട്ടിയതിന് ശേഷം അവിടെ നിന്ന് മാറിയിട്ടില്ല. കാരണം ഡിഫൻസീവ് ബാക്ക് എനിക്ക് ഇല്ല സ്ക്വാഡിൽ. അപ്പോൾ ആകെ ഒരു ചങ്ങായി ഇവനാണ് എപ്പിക്കായിട്ടുള്ളത്. അപ്പോൾ ഇവനെ പിടിച്ച് കിട്ടും എല്ലാ മാച്ചസും പുള്ളി തന്നെ അവിടെ പെർമനൻറ്റ്, വേറെ ആരും വരില്ല. ഇപ്പം തുറാമോ മാൾഡീനോ അല്ലെങ്കിൽ നമ്മുടെ ബെർഗോമൊക്കെ വരുമല്ലോ, അവരൊക്കെ വരുമ്പോൾ ഒന്ന് മാറ്റാവുന്ന രീതിക്ക് വെച്ചതാണ് പുള്ളീനെ. ഇപ്പോൾ ഇത്രയൊക്കെയാണ് പ്ലേയേഴ്സിൻ്റെ കാര്യം പറയാനുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇത്രയും 12ഓളം പെയ്ഡ് എപ്പിക്സാണ് ഇപ്പോൾ എനിക്ക് ഫ്രീ അല്ലെങ്കിൽ 100 കോയിൻ 200 കോയിൻ ചില്ലറ കോയിൻസിൽ കിട്ടിയത്. അപ്പോൾ അത്യാവശ്യം ലക്കുള്ളൊരു അക്കൗണ്ടാണ് എൻ്റെത്. അങ്ങനെ തന്നെ തുടർന്ന് പോട്ടെന്നാണ് എൻ്റെ ആഗ്രഹം. എന്തുകൊണ്ടാണെന്ന് അറിയില്ല, പണ്ട് മുതലേ അങ്ങനെ തന്നെയാണ്. ഐക്കോണിക്ക് കിട്ടുന്ന കാര്യത്തിലാണെങ്കിലും വീഡിയോസ് ഉണ്ടെങ്കിൽ മനസ്സിലാവും. പണ്ടത്തെ വീഡിയോസൊക്കെ ഇപ്പോഴും ചാനലിൽ കിടക്കുന്നുണ്ട്. ഇപ്പോഴും 2026 തുടങ്ങിയ ശേഷമാണ് ഇത്രയും ഒരു ലക്കിലേക്ക് വന്നത്. അതിന് കണ്ണൊന്നും വെക്കരുത്, കാര്യം ആകെ 2-3 ആൾക്കാരെ കാണുന്ന മര്യാദയ്ക്ക് കണ്ണു വെക്കരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇത്രയൊക്കെ തന്നെയാണ് സ്ക്വാഡിനെ കുറിച്ച് പറയാനുള്ളത്. പിന്നൊരു കാര്യം പറഞ്ഞാൽ 2019 കളിച്ചു തുടങ്ങിയെന്ന് പറഞ്ഞാൽ ഈ അക്കൗണ്ട്. അപ്പം അത്ര 7 കൊല്ലമായിട്ട് വേറൊരാൾ ഈ ഒരു അക്കൗണ്ട് തൊട്ടിട്ടില്ല. ഞാൻ മാത്രം യൂസ് ചെയ്യുന്ന അക്കൗണ്ടാണ്. എൻ്റെ ഫോണിൽ എൻ്റെ ഡിവൈസിൽ മാത്രം ലോഗിൻ ചെയ്യുന്ന ഒരു അക്കൗണ്ടാണിത്. ഒരൊറ്റ ആൾ തൊടാത്ത അക്കൗണ്ടാണ്. അതിൻ്റെ ഒരു സംഭവമുണ്ട്. എനിക്ക് വിശ്വാസക്കുറവാണ് എല്ലാവരും, അതുകൊണ്ട് തന്നെ കേട്ടോ, വേറെ ഒന്നുമല്ല. അപ്പോൾ അങ്ങനെ കളിച്ചുണ്ടാക്കിയ സ്റ്റേബിളാക്കി വെച്ചൊരു അക്കൗണ്ടാണിത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിലൊരു സ്പെഷ്യാലിറ്റി. പിന്നെ നമ്മുടെ അക്കൗണ്ട് റാങ്കിങ്ങും ബാഡ്ജസും ഒന്ന് കാണിച്ചാൽ, റാങ്ക് പറയുമ്പോൾ ഡിവിഷൻ എ ഇപ്പോൾ കളിച്ചു തുടങ്ങിയത് കുറച്ചായിട്ടുള്ളൂ. റാങ്ക് 2218 കയറി. പിന്നെ ഡിവിഷൻ 1 PvPയിൽ 59,000 റാങ്കിങ്ങിലൊക്കെ വന്നത്. ഞാൻ 2018 റേറ്റിംഗൊക്കെ മാക്സിമം അടിച്ചത്. പിന്നെ ഓരോ പൊട്ടത്തരം കളിച്ചിട്ട് ഒട്ടിപ്പിച്ച് കുറേ കളി പൊട്ടി റാങ്ക് താഴോട്ട് പോയി. അങ്ങനെ കേട്ടോ. അപ്പോൾ കുറച്ചുകൂടെ റാങ്കിങ്ങൊക്കെ ഉണ്ടായിരുന്നു മര്യാദക്ക് അവിടെ നിർത്തിയെങ്കിൽ. ആക്രാന്തം മൂത്തിട്ട് കുറേ കളിച്ച് പൊട്ടി. അപ്പോൾ ബാഡ്ജസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഡിവിഷൻ 1 അടിച്ചിട്ടുണ്ട് കുറേ പ്രാവശ്യം, 24-25 5 പ്രാവശ്യം അടിച്ചത്. പിന്നെ ബാക്കിയുള്ള ഈ ഒരു കൊല്ലമുള്ള ഫേസൊക്കെ അത്യാവശ്യം ഞാൻ അടിച്ചിട്ടുണ്ട്. അതിൻ്റെ മുമ്പ് 2 കൊല്ലം ഞാൻ ഇനാക്റ്റീവ് ആയിരുന്നു, ഇടയ്ക്ക് ലോഗിൻ ചെയ്യും പിന്നെ കളിക്കും, ആ രീതിക്കായിരുന്നു. ബാക്കിയുള്ള ഈ ഫേസൊക്കെ അടിച്ചിട്ടുണ്ട്. ഗ്രീലിഷിനെ മാത്രം എനിക്ക് കിട്ടിയിട്ടില്ല ഫേസ് റിവാർഡ്, കാരണം അത് 5 ലാക്ക് അങ്ങ് വരണ്ടായിരുന്നു ആ സമയത്ത്. പക്ഷേ ഞാൻ 6 ലാക്കിനങ്ങനെ പോയി, അപ്പോൾ അത് കിട്ടിയില്ല. ബാക്കിയുള്ളവരൊക്കെ ഉണ്ട്. അപ്പോൾ ഇത്ര 16 പ്രാവശ്യമാണ് ഡിവിഷൻ 1 അടിച്ചിട്ടുള്ളത് ഈ അക്കൗണ്ടിൽ. ഞാൻ ഡിവിഷൻ എയിലേക്ക് 4 പ്രാവശ്യം അടിച്ചിട്ടുണ്ട്. അതൊക്കെ 4 പ്രാവശ്യം അടിച്ചിട്ടുണ്ട്. കറണ്ട് ഫേസ് നോക്കുകയാണെങ്കിൽ ഡിവിഷൻ 1 PvP നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ, ഞാൻ ഇട്ടിരുന്നു ചാനലിൽ. അപ്പോൾ ഇത്രയാണ് ഇപ്പോൾ റാങ്ക് വരുന്നത്. 1500 റേറ്റിംഗ് ആയി. കാരണം ഞാൻ കുറേ കളി കളിച്ച് പൊട്ടി. ഇപ്പോൾ റിലഗേഷൻ ഇല്ലാത്തതുകൊണ്ട് തോന്നിയോടെ കളിക്കുകയാണ്. അപ്പോൾ കുറേ ലോസ് വന്നിക്ക്, ഞാൻ കാണിക്കുന്നില്ല. പിന്നെ എയിലൊക്കെ ഇപ്പോൾ എയാണ് മെയിനായിട്ട് കളിച്ചുകൊണ്ട് 350 റാങ്കിങ് കറണ്ടിലുള്ള. സമയം കിട്ടുമ്പോൾ വെറുതെ ഇപ്പോൾ ഓരോ ഫോർമേഷൻ ട്രൈ ചെയ്യുക, ഓരോ പ്ലേയേഴ്സിനെ ക്രോസ് പ്രൈം പരിപാടിയൊക്കെ ട്രൈ ചെയ്യുന്ന ഇതിനകത്താണ്. അപ്പോൾ 2500 റേറ്റിംഗ് കയറി വെറുതെ കുത്തുന്ന് കളിക്കുക. ഇടയ്ക്ക് ലോസോ കുറേ വിൻസ് കിട്ടാറുണ്ട്. അങ്ങനെ ആ രീതിക്കാണ്. കുറച്ച് മാച്ചസ് ടഫായിട്ട് ആരുള്ളൂ, ബാക്കിയൊക്കെ ഈസിയാണ് ഇതിൻ്റെ അകത്ത്, ഒരു സംഭവമൊന്നുമില്ല. അപ്പോൾ ഇത്രയൊക്കെ തന്നെയാണ് ഈ ഒരു അക്കൗണ്ടിനെ കുറിച്ച് പറയാനുള്ളത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനത്തെ ഒരു അക്കൗണ്ട് ഉണ്ടെങ്കിൽ പറയാം, നിങ്ങൾ മാത്രം യൂസ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഇത്രയും കൊല്ലം വേറെ ആർക്കും വിൽക്കാനോ സെയിൽ ചെയ്തോ എടുക്കാത്ത അക്കൗണ്ടെങ്കിൽ പറയാം. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ള ഒരു വീഡിയോ ഗൈസ്. സോ ഗൈസ് ബൈ.